നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീൽ വെനിസ്വലയോട് 1-1 സമനില. ബ്രസീലിൻ്റെ കളിയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ഹാപ്പിയാണോ? കോച്ച് ഡൊറിവാൾ ജൂനിയർ ഹാപ്പിയാണ്. അദ്ദേഹം കളി കഴിഞ്ഞിട്ട് പറഞ്ഞത് മികച്ച പ്രകടനമാണ് ടീം നടത്തിയത്. ഹോണസ്റ്റ്ലി എനിക്ക് അങ്ങനെയാണ് പറയാൻ കഴിയുന്നത്. ശരിയാണ്, വിജയിക്കാൻ പറ്റിയില്ല. പക്ഷേ എവേ മത്സരത്തിൽ നേടിയിട്ടുള്ള പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചുകൂടി ലക്കുണ്ടായിരുന്നെങ്കിൽ ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാമായിരുന്നു. ബട്ട് ഞാൻ ഹാപ്പിയാണ്. ഇതാണ് ഡൊറിവാൾ ജൂനിയർ പറയുന്നത്. ശരിയാണ്, ബെറ്റർ ലക്കുണ്ടായിരുന്നെങ്കിൽ പോസിറ്റീവ് റിസൾട്ട്, വിജയിച്ച റിസൾട്ട് തന്നെ ഉണ്ടാക്കാമായിരുന്നു. അത് സമ്മതിക്കുന്നു. പക്ഷേ ഈ സമനില കൊണ്ട് ഹാപ്പി ആവാൻ ഒരു ബ്രസീലിയൻ ആരാധകനും കഴിയില്ലെന്നതാണ് യാഥാർത്ഥ്യം. വെനിസ്വലയ്ക്കെതിരെ ഒരു സമനില പിടിച്ചിട്ടേ അതിൽ ഹാപ്പി ആവാൻ ബ്രസീലിയൻ ആരാധകർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയല്ല നമ്മൾ ബ്രസീലിനെ കണ്ടിട്ടുള്ളത്. ആ ബ്രസീൽ ഇപ്പോൾ ഇങ്ങനെയാവുന്നതിൽ സങ്കടമുണ്ട്. നമുക്കറിയാം, വിനി കളിക്കാതിരുന്ന കഴിഞ്ഞ 2 മത്സരങ്ങളും ബ്രസീൽ വിജയിച്ചു. ഇപ്പോൾ വിനി തിരികെ എത്തി വീണ്ടും സമനില എന്നുള്ളത് നിരാശയാണ്. അതും വിജയിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. പെനാൽറ്റി വിനി പാഴാക്കുന്നു, റീബൗണ്ട് പാഴാക്കുന്നു. നിരവധി അവസരങ്ങൾ ബ്രസീൽ ഈ കളിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊക്കെ പാഴാക്കുന്ന അവസ്ഥ. ഒരൊറ്റ ഗോളാണ് നേടിയത്. അത് റഫീഞ്ഞയുടെ ഒരു ഫ്രീ കിക്കിലൂടെ പിറന്ന ഗോളുമാണ്. വെനിസ്വല സമനില പിടിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് തന്നെയാണ് ബ്രസീലിനെ പോലെ ഒരു ടീമിനെ സമനില പിടിച്ചു എന്നുള്ളത്. ഈ കളിയെ നമ്മൾ മൊത്തത്തിലൊന്ന് വിലയിരുത്തി നോക്കുകയാണെങ്കിൽ ആദ്യ 11 നോക്കുക. കോച്ച് ഡൊറിവാൾ ജൂനിയർ ഗോൾ കീപ്പറായിട്ട് എഡേഴ്സിനെ ഇറക്കുന്നു. ഡിഫൻസിൽ ഗബ്രിയലും മാർക്കിന്യോസും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് ആബ്നറും വാൻഡേഴ്സനും. മധ്യനിരയിൽ ബ്രൂണോ ഗുയ്മാരസും ഗേഴ്സനുമുണ്ട്. മുന്നേറ്റങ്ങളെ സഹായിക്കാൻ നമ്പർ 10 റോളിൽ റഫീഞ്ഞ. ഇരു പാർശ്വങ്ങളിലായിട്ട് വിനിയും സാവിഞ്ഞോയും. അതുപോലെ സ്ട്രൈക്കറുടെ റോളിൽ ഇഗോർ ഹീസസ്. ഇതായിരുന്നു ബ്രസീലിൻ്റെ ഒരു 11 എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗ്ലോബോ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് വീഡിയോ ചെയ്തിരുന്നല്ലോ. അതേ 11 കൊണ്ടാണ് ബ്രസീൽ ഇറങ്ങിയിട്ടുള്ളത്. അത്ഭുതങ്ങളൊന്നും അതിൽ സംഭവിച്ചിട്ടില്ല. അവസരങ്ങൾ ബ്രസീൽ ഉണ്ടാക്കിയെടുക്കുന്നെങ്കിലും പന്ത് വലയിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു നിരാശ അങ്ങനെ നിൽക്കുമ്പോഴാണ് റഫീഞ്ഞയുടെ ആ ഒരു ഫ്രീ കിക്ക് ഗോൾ പിറക്കുന്നത്. അദ്ദേഹം 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിച്ച മത്സരം അത് നെയ്മറെ അദ്ദേഹം ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിനായിട്ട് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന പോലെയുള്ള സെലിബ്രേഷനും നടത്തുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. പക്ഷേ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ബ്രസീൽ ഏകപക്ഷീയമായ ഒരു ഗോളിനും മുന്നിലാണ്. ബ്രസീലിൻ്റെ പ്രകടനം എങ്ങനെ ആദ്യ പകുതിയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഓക്കെ. ബ്രില്യൻ പെർഫോമൻസ് എന്ന് പറയാനില്ല, പക്ഷേ ഓക്കെ പെർഫോമൻസ് ആണ് ബ്രസീൽ നടത്തിയത്. ആദ്യ പകുതിയിൽ എക്സലൻറ്റ് പെർഫോമൻസ് വന്നിട്ടുണ്ട് 2 പേരിൽ നിന്ന്. അതെടുത്ത് പറയണമല്ലോ. ഒന്ന് വിനിയാണ്. വിനി മികച്ച പ്രകടനമാണ് നടത്തിയത്. ഗോൾ അടിച്ചില്ലെന്നുള്ളത് ശരിയാണ്, പക്ഷേ അദ്ദേഹം മികച്ച പ്രകടനമാണ് നടത്തിയത്. അത് കാണാതെ പോകരുത്. ഒപ്പം സാവിഞ്ഞോ, ഈ 2 പേരും മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. എന്നാൽ ഗോൾ അടിച്ചു എന്ന് പറയുമ്പോഴും റഫീഞ്ഞ അത്ര മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. 50% മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്യുറസി എന്ന കാര്യം ഓർക്കുക. മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ ബ്രൂണോ ഗുയ്മാരസ് ക്ലൂലെസ് ആയിട്ടാണ് കാണപ്പെട്ടത്. പക്ഷേ ഗേഴ്സൺ ഗ്രേറ്റ് പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരുന്നത്. മുന്നേറ്റത്തിൽ ഇഗോർ ഹീസസിന് അത്രയധികം ബോളുകളൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം ഓൾമോസ്റ്റ് ഇൻവിസിബിളായ രൂപത്തിലായിരുന്നു. സോ ലുക്സ് ഓക്കെ എന്നുള്ളതാണ് ബ്രസീലിൻ്റെ ആദ്യ പകുതിയിലെ ഒരു പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക. 2ാം പകുതിയിൽ തുടക്കത്തിലെ ഗോൾ മടക്കുന്ന ഒരു കാഴ്ചയാണ്. അവർ തിരികെ വരുന്നു എന്നൊരു തോന്നൽ വെനിസ്വല ഉണ്ടാക്കിയെടുക്കുന്നു. മറുപടി ഗോൾ വരുന്നു. ബ്രസീൽ മുന്നോട്ട് പോകവെ കൂടുതൽ ശ്രമങ്ങൾ നടത്തുമ്പോൾ അനുകൂലമായിട്ട് പെനാൽറ്റി ലഭിക്കുകയാണ്. വിനി ജൂനിയർ പെനാൽറ്റി എടുക്കുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഗോളായി മാറുന്നില്ല. മത്സരം പുരോഗമിക്കവേ ബ്രസീലിന് വീണ്ടും ഗോളടിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതൊന്നും വലയിലേക്ക് എത്തുന്നില്ല. അവസാന ഘട്ടത്തിൽ നോക്കുക, അലക്സാണ്ടർ ഗോൺസാലസിന് റെഡ് കാർഡ്. അദ്ദേഹം മുഖത്തടിച്ചു, വിനിയുടെ മുഖത്തടിച്ചു, റെഡ് കാർഡ് വാങ്ങിപ്പോയി. 10 പേരായിട്ട് അവർ ചുരുങ്ങി. പിന്നെ ഇടയ്ക്ക് വെള്ളം തുറന്നു വിട്ടു. കളി വൈകിപ്പിക്കാനുള്ള ശ്രമം ഒക്കെ വെനിസ്വല ഒഫീഷ്യലായിട്ട് തന്നെ നടത്തി എന്നുള്ള കാര്യം കൂടി ഓർക്കണം. അതവിടെ നിൽക്കട്ടെ. നമ്മൾ എന്തുകൊണ്ട് എസ്റ്റവായോ വില്യനെ ഇറക്കിയില്ല എന്നൊരു ചോദ്യം കോച്ചിന് നേരെയുണ്ട്. ഇറക്കിയതെപ്പോഴാണ്? അവസാന ഘട്ടത്തിൽ ആബ്നറെ പിൻവലിച്ച് എസ്റ്റവായോ വില്യനെ ഇറക്കുന്നു. വല്ലാത്തൊരവസ്ഥയാണത്. എസ്റ്റവായോ മിന്നും പ്രകടനം ഇപ്പോൾ ബ്രസീലിയറോ സിരിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ്. വെറും 4 മിനിറ്റിന് വേണ്ടി എസ്റ്റവായെ സബ് ചെയ്ത് ഇറക്കുക എന്ന് പറയുമ്പോൾ കോച്ച് എന്താണാവോ ഉദ്ദേശിക്കുന്നത്? പത്തറ്റിക്കാണ്. നല്ല രൂപത്തിൽ ബ്രസീൽ സ്റ്റാർട്ട് ചെയ്തു, ശരിയാണ്. പക്ഷേ 2ാം പകുതിയിൽ അത്ര ഒരു മികച്ച പ്രകടനമെന്ന് പറയാൻ പറ്റില്ല. പല അവസരങ്ങളും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. എന്തുകൊണ്ട് വിനി ജൂനിയറെ സബ് ചെയ്തില്ല? അപ്പോൾ വിനി നന്നായി കളിച്ചില്ലേ? കളിച്ചു.
എന്നാൽ ആ ഒരു പെനാൽറ്റി മിസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം തീർച്ചയായിട്ടും കോൺഫിഡൻസ് ലോ ആയ അവസ്ഥയിൽ തന്നെയായിരുന്നു. ആ ഘട്ടത്തിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ പിൻവലിച്ചില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൂടാതെ എസ്റ്റവായോ വില്യനെ സബ് ചെയ്തിറക്കിയത് വെറും 4 മിനിറ്റിന് മാത്രം. സോ കോച്ചിൻ്റെ പല തീരുമാനങ്ങളും ആരാധകർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. വിജയിക്കാമായിരുന്നൊരു മത്സരമാണ് ബ്രസീൽ കൊണ്ടുപോയി സമനിലയാക്കിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ അതിൻ്റെ ഒരു നിരാശ ആരാധകരിലുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ബ്രസീലിൻ്റെ ഓരോ താരങ്ങൾക്കും ബ്രസീലുകാർ നൽകുന്ന ഒരു റേറ്റിംഗ് ഉണ്ടല്ലോ. ഇവിടെ ഉള്ളവർ പറയുന്നതല്ല. ബ്രസീലിലെ ഓരോ താരങ്ങൾക്കും എന്ത് റേറ്റിംഗ് ഈ ഒരു പ്രകടനത്തിന് കൊടുക്കും? ബ്രസീലിലെ മാധ്യമം ഗ്ലോബോ ബ്രസീലിൻ്റെ ഗോൾ കീപ്പർ എഡേഴ്സൻ്റെ പ്രകടനത്തിന് കൊടുത്ത റേറ്റിംഗ് 6.5 ആണെങ്കിൽ അവിടുത്തെ പബ്ലിക് കൊടുത്ത വെറും 3.2 ആണ്. വാൻഡേഴ്സിന് ഗ്ലോബോ നൽകിയത് 5 റേറ്റിംഗ് ആണെങ്കിൽ പബ്ലിക്കിൻ്റെ റേറ്റിംഗ് 2.7. മാർക്കിനോസിന് ഗ്ലോബോ നൽകുന്ന റേറ്റിംഗ് 6, പബ്ലിക് റേറ്റിംഗ് 2.8. ഗബ്രിയൽ മെഗല്ലസിന് ഗ്ലോബോ നൽകുന്ന റേറ്റിംഗ് 6, പബ്ലിക്കിൻ്റെ റേറ്റിംഗ് 3.3. ആബ്നർക്ക് ഗ്ലോബോയുടെ റേറ്റിംഗ് 6.5, പബ്ലിക്കിൻ്റെ റേറ്റിംഗ് 3.5. എസ്റ്റവായോക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ അവസാന ഘട്ടത്തിൽ വന്നതാണ് എസ്റ്റവായോ. അദ്ദേഹത്തിനും റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഗ്ലോബോ 6 ആണ്, പബ്ലിക്കിൻ്റെ റേറ്റിംഗ് 4.5 ആണ്. അതേസമയം ബ്രൂണോ ഗുയിമേറസ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് കൊടുക്കുന്നത് 6 ആണ്, എന്നാൽ അദ്ദേഹത്തിൻ്റെ പബ്ലിക്ക് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 2.9 ആണ്. ഗബ്രിയൽ മാർട്ടിനെല്ലി അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വരുന്നത് ഗ്ലോബോ കൊടുത്തത് 6 ആണ്, പബ്ലിക് കൊടുത്തത് 3.6. ഗേഴ്സൺ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ഗ്ലോബോയുടെ റേറ്റിംഗ് 7.5 ആണ്. മികച്ച റേറ്റിംഗ് കൊടുക്കുന്നു, മികച്ച പ്രകടനം അദ്ദേഹം നടത്തി. അതേസമയം പബ്ലിക്കിൻ്റെ റേറ്റിംഗ് 6 ആയിരുന്നു. റാഫീഞ്ഞയുടെ ഒരു പ്രകടനം, അദ്ദേഹത്തിൻ്റെ ഗ്ലോബോയുടെ റേറ്റിംഗ് 7.5, പബ്ലിക്കിൻ്റെ റേറ്റിംഗ് 6.4. സാവീഞ്ഞോ ഗ്ലോബോയുടെ റേറ്റിംഗ് 6, പബ്ലിക്കിൻ്റെ റേറ്റിംഗ് 4. ലൂയിസ് എൻറിക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നതാണ്. ഗ്ലോബോയുടെ റേറ്റിംഗ് 6.5, പബ്ലിക്കിൻ്റെ റേറ്റിംഗ് 5.3. ഇഗോർ ഹീസസ് അത്ര മികച്ച പ്രകടനമല്ല നടത്തിയത്. ഗ്ലോബോയുടെ റേറ്റിംഗ് 5.5, പബ്ലിക്കിൻ്റെ റേറ്റിംഗ് 4.4. ലൂക്കാസ് പക്വറ്റ വീണ്ടും നിരാശരാക്കുന്നു എന്നുള്ളതാണ് ആരാധകരുടെ ഒരു അഭിപ്രായം. 1.8 ആണ് ബ്രസീലിയൻ പബ്ലിക് അദ്ദേഹത്തിന് നൽകിയ റേറ്റിംഗ്. ഗ്ലോബോയുടെ റേറ്റിംഗ് 5.5. വിനി ജൂനിയർ പെനാൽറ്റി മിസ്സാക്കി, ആരാധകർക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് ആരാധകർ നൽകിയ റേറ്റിംഗ് 2.2 ആണ്. ബ്രസീലിയൻ പബ്ലിക് കൊടുത്ത റേറ്റിംഗ് 2.2, ഗ്ലോബോയുടെ റേറ്റിംഗ് 5.5. കോച്ച് ഡൊറിവാൾ ജൂനിയർക്ക് പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗ് 2.3 ആണ്. അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടൊക്കെ ആരാധകർക്ക് എതിർപ്പുണ്ട് എന്ന് പറയാം. അതേസമയം ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ നൽകിയ റേറ്റിംഗ് 6.5 ആണ്. ഏതായാലും ബ്രസീലിന് വിജയിക്കാമായിരുന്ന ഒരു മത്സരമാണ് ഇങ്ങനെ സമനിലയിൽ കൊണ്ടുപോയി തളച്ചത് എന്ന് പറയേണ്ടി വരും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.